राम सिया 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 राम राम सिया 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 राम 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 सिया राम नाम ही बस एक विधि भव सागर तारे. മഹാവിഷ്ണുവിന്റെ 7ാം അവതാരമായ ശ്രീരാമന്റെ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി. ചൈത്രമാസത്തിന്റെ 9ാം ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ ക്ഷേത്രങ്ങൾ ഭംഗിയായി അലങ്കരിക്കുന്നു. അമ്പലങ്ങളിൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കും. കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കും. രാമനവമി ദിവസം രാമനെ കൂടാതെ അദ്ദേഹത്തിന്റെ പത്നി സീത, സഹോദരൻ ലക്ഷ്മണൻ, സേനാനായകൻ ഹനുമാൻ എന്നിവരെയും ആരാധിക്കുന്നു. നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും, നിർണയമെങ്കിലും ഒന്നിതു. ഭാരതത്തിലെ എല്ലാ പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ്. ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ അന്നേ ദിവസം ആയിരങ്ങൾ സരയൂ നദിയിൽ സ്നാനം ചെയ്യും. ഇതുകൂടാതെ തെലങ്കാനയിലെ ഭദ്രാചലം സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലെ ഓണ്ടിമിട്ട കോദണ്ഡരാമസ്വാമി ക്ഷേത്രം, തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലും രാമനവമി പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു. കേരളത്തിലെ എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും ഇതിനോടനുബന്ധിച്ച് രാമായണ പാരായണവും എഴുന്നള്ളത്തും ചുറ്റുവിളക്കുമുണ്ടാകാറുണ്ട്. കേരളമൊഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീതാദേവിയുമായുള്ള ഭഗവാന്റെ വിവാഹ ദിവസമായും രാമനവമി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അന്നേ ദിവസം അതിനോടനുബന്ധിച്ച് തിരുക്കല്യാണ മഹോത്സവവും നടത്താറുണ്ട്. രാമ രാമ ജയ